എല്ലാവർക്കും നമസ്കാരം. ഡ്രീം എഡ്യൂ ചാനലിലേക്ക് സ്വാഗതം. നമുക്കിന്ന് 7ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ഇക്കായി പരിശ്രമമാണ് പഠിക്കാൻ ഉള്ളത്. ഇവിടെ देखिए ഒരു ചിത്രമുണ്ട്. ഗാന്ധിജി और उसके पीछे कुछ लोग खड़े. चित्र के नीचे एक संदेश वाक्य है. कुछ लोग सफलता के लिए अपने सपने देखते हैं जबकि अन्य व्यक्ति जागते और खड़ी मेहनत करते हैं. ഗാന്ധിജി പറഞ്ഞിരിക്കുന്നതാണ്, കുച്ച് ലോഗ് സഫലതയ്ക്ക് കേവൽ സപ്നെ ദേഖ്തേ ഹെ. കുറച്ച് ആൾക്കാർ വിജയിക്കണമെന്ന് സ്വപ്നം മാത്രം കാണുന്നു. ജബിക്ക് അന്യ വ്യക്തി ജാഗത്തെ ഹെ അവർ കടി മെഹനത്ത് കർത്തേ ഹെ. കുറേ ആൾക്കാരോ നന്നായി കടി മെഹനത്ത് കർക്കെ സഫലത പ്രാപ്ത് ഹോത്താ ഹെ. അതായത് കുറേ ആൾക്കാർ എനിക്ക് വിജയം കൈവരിക്കണം എന്നുള്ള ചിന്തയോടെ ഇരിക്കും, പക്ഷേ അതിനുവേണ്ടി പരിശ്രമിക്കില്ല. മറ്റു ചിലരാണെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിച്ച് വിജയം കണ്ടെത്തും. നമ്മുടെ കൂടെയുള്ള ചില കുട്ടികൾക്ക് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വേണം എന്നവർ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ അവർ നന്നായി വർക്ക് ചെയ്ത് നന്നായി പഠിച്ച് മാർക്ക് വാങ്ങില്ല. എന്നാൽ മറ്റുള്ള കുട്ടികളോ നന്നായി പഠിച്ച് എക്സാമിന് നല്ല സ്കോറ് വാങ്ങുന്നുണ്ടാവും. ഇതാണ് മഹാത്മാഗാന്ധി പറയുന്നത്. മഹാത്മാഗാന്ധി പറഞ്ഞിരിക്കുന്നത് എന്താണ്? കടി മേഹനത്ത് ഹേ സഫലത പ്രാപ്ത് ഹോത്താ ഹേ. കടി മേഹനത്ത് കർണേസേ, നല്ല കഠിനാധ്വാനം ചെയ്താൽ നമുക്ക് വിജയം ഉണ്ടാകും. ഈ പരിശ്രമം എന്ന ഇക്കായിൽ നമുക്ക് പഠിക്കാനുള്ളത് ഒരു കഹാനിയാണ്. ആദ്യത്തെ പാഠം ഒരു കഹാനിയാണ്. देखिए ഗാന്ധിജിക്ക് നമുക്ക് കഥ, ഗാന്ധിജിയുടെ ഉപ്പ് കഥ. ഇത് എഴുതിയത് ഉദയൻ വാജ്പേയിയാണ്. ഇദ്ദേഹം ഒരു സാഹിത്യകാരനാണ്, ഉദയൻ വാജ്പേയി. അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. देखिए പന്യാസംഖ്യ 22, 22ാമത്തെ പേജ് നോക്കൂ. ചിത്ര ഉദയൻ വാജ്പേയിയാണ് അദ്ദേഹത്തിൻ്റെ ജനനം 4 ജനുവരി 1960, 1960 ജനുവരി 4 അദ്ദേഹം ജനിച്ചത്. നോക്കൂ, ഉദയൻ വാജ്പേയി കാ ജന്മ മധ്യപ്രദേശ് മേ ഹുവാ. അദ്ദേഹം എവിടെയാണ് ജനിച്ചത്? മധ്യപ്രദേശിൽ. ഉനോനെ സാഹിത്യ की सभी विधाओं में अपनी लेखनी चलाई है. അദ്ദേഹം സാഹിത്യത്തിൻ്റെ എല്ലാ തലങ്ങളിലും എഴുത്തുകൾ നടത്തിയിട്ടുണ്ട്. ഗുഡ് സവാർ, രേത് കിനാരെ കാ ഘർ, പേഡ് ഔർ പർച്ചായി, ഈ 3 കൃതികളും ആദി ഉൻകി പ്രമുഖ രചനയായി ഹേ. ഗുഡ് സവാർ, രേത് കിനാരെ കാ ഘർ, പേഡ് ഔർ പർച്ചായി മുതലായവ അദ്ദേഹത്തിൻ്റെ പ്രമുഖ കൃതികളാണ്. കുറച്ച് മനസ്സിലായില്ലേ? ഇനി നമുക്ക് കഥയിലേക്ക് കടക്കാം. ഗാന്ധിജിക്ക് നമുക്ക് കഥ, അത് ഒരു ചിത്രമുണ്ട്. നോക്കൂ, ഇത് ഉപ്പ് സത്യാഗ്രഹ ദണ്ഡി യാത്രയുടെ ഒരു ചിത്രമാണ്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന കഥയുടെ തുടക്കം ഒരു രാജാവും അദ്ദേഹത്തിൻ്റെ 3 പെൺമക്കളിലും തുടങ്ങി ഉപ്പിൽ അവസാനിക്കുകയാണ്. അവിടെ നിന്നും ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹവും ദണ്ഡി യാത്രയൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അതിനുശേഷം ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിലേക്ക് പോകുന്നുണ്ട്. നമുക്കറിയാം, ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ച ഗാന്ധിജി ഉൾപ്പെടെയുള്ള ദേശസ്നേഹികളായ മഹത് വ്യക്തികളെക്കുറിച്ച് അല്ലേ? എന്നാൽ നമുക്ക് ഇന്ന് ഈ കഥയിലേക്ക് കടക്കാം. നോക്കൂ, ഏക് രാജാക്കെ 3 ബേട്ടിയാം ഥി. ഒരു രാജാവിന് 3 പെൺകുട്ടികളുണ്ടായിരുന്നു. തും ചാഹേ തോ ഉസ് രാജാക്കി 4 ബേട്ടിയാം ഭി ഹോ സക്തി ഹേ ഇസി കഹാനി മേ. എന്താണ്? നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ ഈ കഥയിൽ 4 പെൺകുട്ടികൾ വരെ ആകാം അല്ലേ? ഇതിലിപ്പോൾ 3 പെൺകുട്ടികളേ ഉള്ളൂ. രാജാനെ ഉൻസെ പൂച്ചാക്കി വേ ഉനേം കിത്തനാ പ്യാർ കർത്തി ഹേ. ഒരു ദിവസം രാജാവ് ഈ പെൺമക്കളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു? കിത്തനീ പ്യാർ കർത്തി ഹേ. പഹലീനെ കഹ, ആദ്യത്തെ പെൺകുട്ടി പഹലി, ഒന്നാമത്തെ. ने कहा मैं तुम्हें उतना सारा प्यार करती हूँ जितना बड़ा सूरज है.
ഞാൻ താങ്കളെ എത്രമാത്രം സ്നേഹിക്കുന്നു, അതായത് സൂര്യനോളം വലിപ്പത്തിൽ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന്. രാജാനെ ഖുശി സിർ ഹിലാ ദിയാ. രാജാവ് സന്തോഷത്തോടെ എന്ത് ചെയ്തു? എന്താ ചെയ്തത്? രാജാവ് സന്തോഷത്തോടെ തല കുലുക്കി, സന്തോഷം കൊണ്ട് തല കുലുക്കി. ദൂസരീനെ കഹ മേൻ തുമേ ഉത്തനാ ചാഹത്തി ഹും ജിത്തനെ ചാന്ത് സിതാരെ ആസ്മാൻ മേ. ആകാശത്തിലെ ചന്ദ്രനോളവും ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് ദൂസരി പറഞ്ഞു. രണ്ടാമത്തവൾ പറഞ്ഞു. രാജാനെ ഖുശി സിർ ഹിലായ ഓർ. രാജാവ് വീണ്ടും സന്തോഷത്തോടു കൂടി സിർ ഹിലായ. ഞാൻ അവിടെ അർത്ഥം എഴുതിയിട്ടുണ്ട്, ശ്രദ്ധിച്ച് വായിക്കണം. അവർ തീസരി ബേട്ടിക്ക് തരഫ് ദേക്കാം. അതിനുശേഷം അദ്ദേഹം മൂന്നാമത്തെ പുത്രിയുടെ നേർക്ക് നോക്കി. തീസരി ചുപ് ഖടീതി. തീസരി ഒന്നും മിണ്ടാതിരിക്കുകയായിരുന്നു. വഹുബോലി മേ തുമേ ഖാനേ മേ നമക്ക് ജിത്തന പ്യാർ കർത്തിഹും. അതായത് ആഹാരത്തിലെ ഉപ്പിനോളം ഞാൻ താങ്കളെ സ്നേഹിക്കുന്നു എന്നാണ് അവൾ പറഞ്ഞത്. എന്താണ് അതിൻ്റെ അർത്ഥം? ആഹാരത്തിലെ ഉപ്പിനോളം സ്നേഹിക്കുന്നു പറഞ്ഞാൽ എന്താണ്? ആഹാരത്തിലെ ഉപ്പിൻ്റെ മഹത്വമാണ് അവിടെ കാണിക്കുന്നത്. കഹാനി ലംബി ചലത്തി. കഹാനി അങ്ങനെ മുന്നോട്ട് പോയി. പഹലെ രാജാക്കോ യഹ് ജവാബ് പസന്ത് നഹിയാത്ത. മൂന്നാമത്തെ കുട്ടി പറഞ്ഞ ആൻസർ ജവാബ് പസന്ത് നഹിയാത്ത, ഇഷ്ടമായി തോന്നിയില്ല. പർ കഹാനിക്ക് അന്തുമേം വഹ് രാജ കഹാനേമേം തഥാ ജീവൻമേം നമുക്കൊക്കെ മഹത്വക്കോ സമച്ച് ജാത്താഹേ. എന്നാൽ കഹാനിയുടെ അവസാനത്തിൽ രാജാവിന് ഭക്ഷണത്തിലും ജീവിതത്തിലും, ഖാനേമേം ഭക്ഷണത്തിൽ, ജീവന്മേം ജീവിതത്തിലും നമക്കിൻ്റെ ഉപ്പിൻ്റെ മഹത്വം അദ്ദേഹം മനസ്സിലാക്കി പോന്നു. തബ് അപ്പനി ചോട്ടി ബേട്ടിക്ക് പ്യാർ കി ഗഹരായി കോ സമച്ചിത്തായ. അപ്പോഴാണ് അദ്ദേഹം തൻ്റെ ചെറിയ പുത്രിയുടെ തന്നോടുള്ള സ്നേഹത്തിൻ്റെ ഗഹരായി എന്ന് പറഞ്ഞാൽ ആഴം, വലിപ്പം, എത്രമാത്രം ആഴത്തിലായിരുന്നു എൻ്റെ മൂന്നാമത്തെ പുത്രി എന്നെ സ്നേഹിച്ചിരുന്നത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അടുത്ത നോക്കൂ. തും ധ്യാൻ സെ പഠോ തോ പാവോങ്കെ കി കഹാനി ന തോ രാജാ കി ഹേ ന ഉസ്കി പസന്ത് കി. അതായത് നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി വായിക്കുകയാണെങ്കിൽ ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. യഹ് കഹാനി ന തോ രാജാ കി ഹേ. ഈ കഥ രാജാവിൻ്റെ അല്ല. ന ഉസ്കി പസന്ത് കി. അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ അല്ല. യഹ് കഹാനി ന ഉസ്കി ബേട്ടിയോങ്കെ ബാരേമേ. ഈ കഥ അദ്ദേഹത്തിൻ്റെ പുത്രിമാരെ കുറിച്ചുമല്ല. ന ഉസ്കെ കഹനേക്കെ ബാരേമേ. അവരുടെ വാക്കുകളെക്കുറിച്ച്, അവർ പറയുന്നതിനെ കുറിച്ചുമല്ല. യഹ് നമുക്ക് കീ കഹാനി ഹേ. ഇതെന്താണ്? നമക്കിൻ്റെ കഥയാണ്. നമക്ക് ഉപ്പിൻ്റെ കഥയാണ്. മഹാത്മാഗാന്ധിനെ ബി ഏക്ക് നമക്ക് കി കഹാനി ലിഖി ഥി. മഹാത്മാഗാന്ധിയും ഒരു ഉപ്പ് കഥ എഴുതിയിരുന്നു. ഈ കഥ എന്തിൻ്റെയാണ്? നമക്കിൻ്റെ മഹത്വത്തെക്കുറിച്ചൊരു കഥയായിരുന്നു അല്ലേ? ഇവിടെ മഹാത്മാഗാന്ധിയും ഉപ്പിനെ കുറിച്ചൊരു കഥ എഴുതിയിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, രാജാവ് 3 പെൺകുട്ടികളിൽ നിന്ന് തുടങ്ങി ഉപ്പിൽ അവസാനിച്ചു. ഇനി മഹാത്മാഗാന്ധിയുടെ ഉപ്പ് സത്യാഗ്രഹത്തിലേക്ക് കടക്കുകയാണ്. കഹാനി ഉനോനെ ബോൽക്കർ നഹി ലിഖി. മഹാത്മാഗാന്ധി ഒരു കഥ എഴുതിയിരുന്നു അല്ലേ? ആ കഹാനി അദ്ദേഹം പറഞ്ഞെഴുതിയതല്ല. പിന്നെങ്ങനെയാണ്? വഹ് കഹാനി ഉനോനെ ചൽക്കൽ ലിഖീതി. അദ്ദേഹം നടന്നുകൊണ്ട് എഴുതിയതാണ്. വഹ് കഹാനി ഉനോനെ സൈക്കടോ മീൽ ചൽക്കർ ലിഖീതി. ആ കഥ അദ്ദേഹം 100 കണക്കിന് മൈൽ നടന്നിട്ട് എഴുതിയതാണ്. സൈക്കടവും 100 കണക്കിന്, മൈൽ, ചൽക്കർ നടന്നിട്ട്, ലിഖീതി എഴുതിയിരുന്നു. വഹ് ഉൻകെ സാത്ത് ചൽ രഹേ ദേശ് ഭർ കെ ലോഗോനെ ലിഖീതി. അതായത് അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ച് ആൾക്കാരും കൂടെ നടന്നിരുന്നു. അവരും കൂടി എഴുതിയതാണെന്ന് ഗാന്ധിജി എഴുതിയ ഉപ്പ് കഥ. വേസാബ് ഹമാരെ ദേശ് മേ അംഗ്രേസ് സോംദാര കീ ജാരഗീതി അന്ധാദൂത് ലൂട്ട് സേ ചിന്തിഥി. അവർ ഈ ഗാന്ധിജിയുടെ കൂട്ടാളികളും ബ്രിട്ടീഷുകാർ മുഖാന്തരം നമ്മുടെ മേൽ അടിച്ചേൽപ്പിച്ച അനിയന്ത്രിതമായ കൊള്ളയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരുന്നു. അതായത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് നമ്മളുടെ ഭാരതീയരുടെ മേലെ പല നിയമങ്ങളും പല കാര്യങ്ങളും അടിച്ചേൽപ്പിച്ചിരുന്നു.
അപ്പം ഭാരതീയരുടെ മനസ്സിൽ അതൊക്കെ ഉണ്ടായിരുന്നു. ജോ ഹമാരെ ദേശ് കോ അംഗ്രേസോ കെ ചങ്കുൽ സേ ഛുഡാനാ ചാഹത്തെ ഹേ. അതുകൊണ്ട് അവർക്ക് നമ്മുടെ ദേശത്തിനെ ബ്രിട്ടീഷുകാരുടെ പിടിയിൽ നിന്നും, ചങ്കുൽ പിടിയിൽ നിന്നും ചുഡാനാ ചാഹത്തെ ഹേ രക്ഷപ്പെടുത്താൻ അവർ ആഗ്രഹിച്ചിരുന്നു. ജിനോനെ ഭാരത് ദേശ് കോ നയി തരക് സേ ചലാനെ കാ സപ്പന ആങ്കോ മേ ലിയാ ഥാ. അവരുടെ കണ്ണുകളിൽ ഒരു സ്വപ്നം കണ്ട്, സ്വപ്നം എന്താണ്? ഭാരതദേശത്തിനെ പുതിയ തലത്തിലേക്ക് നടത്തിക്കൊണ്ടു പോകുവാൻ, അതായത് പുതിയൊരു ഭാരതത്തെ ഉണ്ടാക്കിയെടുക്കാൻ അവരുടെ കണ്ണുകളിൽ ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. ഉൻ ദിനോം അംഗ്രേസോംനെ ഭാരതമേ നമക്ക് പർ ടാക്സ് ലഗാ രഹാ താ. ആ ദിവസങ്ങളിൽ ബ്രിട്ടീഷുകാർ ഭാരതത്തിൽ ഉപ്പിന് ടാക്സ് ഏർപ്പെടുത്തിയിരുന്നു. इससे नमक बहुत महंगा हो गया था. അതുമൂലം ഉപ്പിന് വില കൂടി. अंग्रेजों ने भारत के लोगों को खुद नमक बनाने से रोक रखा था. ഈ ബ്രിട്ടീഷുകാർ ഭാരതത്തിലെ ആൾക്കാരെ സ്വയം ഉപ്പ് ബനാനേസെ ഉണ്ടാക്കുന്നതിൽ നിന്ന് നിയന്ത്രണം ഉണ്ടാക്കിയിരുന്നു. അഗർ കൊയ് അപ്പനെ ഹി സമുദ്രിക്കെ പാനി സെ നമക്ക് ബനാത്ത ഉസെ സസാ ഹോ സക്തി. ആരെങ്കിലും ആ നിയമം ലംഘിച്ച് ഉപ്പ് സ്വന്തമായി ഉണ്ടാക്കിയിരുന്നുവെങ്കിൽ അവർക്ക് ശിക്ഷ നൽകുമായിരുന്നു. ഗാന്ധിജി സാലോം പഹലെ അപ്പനെ കുച്ച് സാത്തിയോं के साथ अहमदाबाद से पैदल दांडी नाम के समुद्र किनारे के गाँव चल पड़े. ഗാന്ധിജി വർഷങ്ങൾക്ക് മുമ്പ് അപ്പനെ കുച്ച് സാത്തിയോങ്കെ സാത്ത് അദ്ദേഹത്തിൻ്റെ കുറച്ച് ചങ്ങാതിമാരുടെ കൂടെ അഹമ്മദാബാദിൽ നിന്ന് കാൽനടയായി ദാണ്ടി പറഞ്ഞാൽ ദണ്ഡി, ദാണ്ടി നാമ പേരുള്ള സമുദ്രത്തിൻ്റെ സമീപത്തുള്ള ഒരു ഗാവിലേക്ക് പുറപ്പെട്ടു. ബേ വഹാൻ ജാക്കർ സമുദ്രക്കെ പാനി സെ ഖൂദ് നമക്ക് ബനാക്കർ അംഗ്രേസോങ്ക കാലാ കാനൂൻ തോടിനാ ചാഹത്തെ ഹി. അവരെന്തിനാണ് പുറപ്പെട്ടത്? ബേ വഹാൻ ജാക്കർ, അവർ അവിടെ ഗാന്ധിജിയും കൂട്ടാളികളും അവിടെ എത്തിയിട്ട് സമുദ്രക്കെ പാനീസെ ഖൂദ് നമക്ക് ബനാക്കർ അംഗ്രേസോങ്ക കാലാ കാനൂൻ തോടിനാ ചാഹത്തെ ഹി. അതായത് അവരെല്ലാവരും കൂടെ ഈ ദണ്ഡി കടപ്പുറത്ത് വന്നിട്ട് ആ കടലിലെ വെള്ളത്തിൽ നിന്നും സ്വയം നമുക്ക് ബനാക്കർ ഖൂദ് സ്വയം നമുക്കുണ്ടാക്കിയിട്ട് അംഗ്രേസോങ്ക കാലാ കാനൂൻ ബ്രിട്ടീഷുകാരുടെ കരിനിയമം, കാലാ കാനൂൻ കറുത്ത നിയമം, ആ കരിനിയമം തോടിനാ ചാകത്തേഹെ ലംഘിക്കണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നു. ഗാന്ധിജി 3 ഹഫ്തോം സേ ഫി അധിക പൈതൽ ചലത്തെ രഹേ. ഗാന്ധിജി ആണെങ്കിലോ 3 ആഴ്ചയിൽ കൂടുതൽ കാൽനടയാത്ര ചെയ്തിരുന്നു. ഉൻകെ സാത്ത് ദേശ് ഭർ സേ ലോഗ് ആക്കർ ജൂഡ്തേ ഗയേ. അദ്ദേഹം നടക്കുന്നത് കൊണ്ട് എന്താ സംഭവിച്ചത്? ഒപ്പം ചേർന്ന് മറ്റുള്ള ആൾക്കാരും ഓരോരുത്തരായി വന്ന് ജൂഡത്തെ ഗയേ ഒപ്പം ചേർന്നു. ഈ തരക് വേ ദാണ്ടി പഹൂഞ്ചെ. അങ്ങനെ ഗാന്ധിജിയും കൂട്ടാളികളും രാജ്യത്തിലുള്ള മറ്റുള്ള ആൾക്കാരും എല്ലാവരും കൂടെ ചേർന്ന് എവിടെത്തി? ദാണ്ടി പഹൂഞ്ചെ, ദണ്ഡിയിലെത്തി. ഉൻകെ സാത്ത് ഹസാരോ ലോഗ് ദേ. അദ്ദേഹത്തിൻ്റെ കൂടെ ആയിരക്കണക്കിന് ആൾക്കാരുണ്ടായിരുന്നു. ജോ സമുദ്രക്കെ പാനീമേ ഗുലേഗ് നമക്ക്. അതായത് അവർ സമുദ്രജലത്തിൽ അലിഞ്ഞു ചേർന്ന അതായത് സമുദ്രത്തിലെ കടലിലെ വെള്ളത്തിൽ എപ്പോഴും ഉപ്പ് രസം ഉണ്ടാവും, അതാണ് ഉദ്ദേശിക്കുന്നത്. വേ സമുദ്രക്കെ പാനീമേ ഗുലേ നമക്ക്, അലിഞ്ഞു ചേർന്ന നമക്ക് കോ ബാഹർലാക്കാർ, അതിന് പുറത്തു കൊണ്ടുവന്ന അംഗ്രേസോങ്ക കാനൂൻ തോടിനാ ചാഹത്തെ ഥേ. അങ്ങനെ സമുദ്രജലത്തിലെ ഉപ്പിനെ പുറത്തു കൊണ്ടുവന്ന് ബ്രിട്ടീഷുകാരുടെ ആ നിയമത്തെ ലംഘിക്കാൻ ആഗ്രഹിച്ചിരുന്നു. അതായത് സമുദ്രജലത്തിൽ നിന്ന് ഉപ്പുണ്ടാക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. ഇസസെ ഭാരത് പർ അംഗ്രേസോങ്കി പകട് ടീലിപ്പെടുത്തി. അങ്ങനെ അവർ ഉപ്പുണ്ടാക്കിയപ്പോൾ എന്തായി? അംഗ്രേസികൾ, ബ്രിട്ടീഷുകാരുടെ പിടുത്തം ദുർബലമായി. രാസ്തേമേ കൈ ഗാവ് പടേ. അവരിങ്ങനെ ഗാന്ധിജിയും കൂട്ടാളികളും നടക്കുന്ന സമയത്ത് കുറേ ഗ്രാമത്തിൽപ്പെട്ടു. ഗാന്ധിജി അവർ ഉസ്കെ സാത്തി ജഹാം ബി രുക്തേ ഗാവ് വാലെ ഉനിയും പൂരെ മൻസേ ഖാനാ ഖിലാത്തേ. ഏതൊക്കെ ഗ്രാമത്തിലാണോ അവർ
നിന്നത് അവിടുത്തെ ഗ്രാമീണർ, ഗാവുവാലെ ഗ്രാമീണർ ഉരെയും പൂരെ മനസ്സേ ഖാനാ ഖിലാത്തേം, അവർ പൂർണ്ണ മനസ്സോടെ സന്തോഷത്തോടെ അവരെ ഭക്ഷണം കഴിപ്പിച്ചിരുന്നു. വേ സഭീ ലോഗ് രാത്ത് കിസി ഗാവുമേം കാട്ടെ അവർ സുബഗ് ഫിർ ചൽ പട്ടെ, അവരെല്ലാവരും ഗാന്ധിജിയും കൂട്ടാളികളും എല്ലാവരും കിസി ഗാവുമേ രാത്ത് കിസി ഗാവുമേം കാട്ടെ, ഏതെങ്കിലും ഗ്രാമത്തിൽ രാത്രി കഴിച്ചു കൂട്ടിയിട്ട് അവർ സുബഗ് ഫിർ ചൽ പട്ടെ ഥേ, രാവിലെ അവരെ വീണ്ടും നടത്തി ആരംഭിച്ചിരുന്നു. ദാണ്ടി പൗഞ്ചത്തേക്ക് സഭീക്കോ സമുദ്ര കാ ആസ്മാൻ തക് ഫൈല വിസ്താർ ദിഖ, ദാണ്ടി എത്തിച്ചേർന്നതും എന്ത് കണ്ടു അവര്? സഭീക്കോ സമുദ്ര കാ ആസ്മാൻ തക് ഫൈല വിസ്താർ ദിഖ, എല്ലാവരും ആകാശം വരെ പരന്നു കിടക്കുന്ന ആ വിസ്താരത്തിലുള്ള സമുദ്രം കണ്ടു എന്ന്. ലഹരേന്തിക, ആ സമുദ്രത്തിലെ തിരമാലകൾ കണ്ടു. ലഹരോമേൻ ചമക്കത്ത സൂരജിതിക, ആ ലഹരിയിൽ കാണുന്ന ആ തിരമാലകളിൽ തിളങ്ങുന്ന സൂര്യനെ കണ്ടു. കിനാരേക്ക് ഗഡ്ഡോമേ നമക്ക് സേ ഗഡ്ഡാ ഹുവാ പാനി അവർ അപ്പനെ ആ ബനാ നമക്ക് ദിക, അതായത് ആ സമുദ്രത്തിൻ്റെ തീരത്തെ കുഴികളിൽ അടിഞ്ഞുകൂടിയ ഉപ്പ് രസം, അങ്ങനെ ആ വെള്ളത്തിൽ നിന്ന് അവർ സ്വയം ഉപ്പുണ്ടാക്കി. ഉൻ സഭീക്കോ ഗാന്ധിജീനെ ഏകാ ലാക്കർ പൂരെ ദേശ് അംഗ്രേസോം ദേ മുക്ത് ഹോനേക്ക രാസ്ത ദിഖാതെയ, അങ്ങനെ അവരെല്ലാവരും കൂടെ അവിടെ പോയിട്ട് ദാണ്ടി കടപ്പുറത്ത് പോയിട്ട് ആ സമുദ്രത്തിലെ വെള്ളത്തിൽ നിന്ന് ഉപ്പുണ്ടാക്കി അത് അംഗ്രേസോം ദേ മുക്ത് ഹോനേക്ക രാസ്താധിക, അംഗ്രേസികളിൽ നിന്നും ബ്രിട്ടീഷുകാരിൽ നിന്നും മുക്തനാവാനുള്ള ഒരു വഴി തുറന്നു തന്നു. ആരാണ്? ഗാന്ധിജി. ഹമാരെ ദോസ്ത് അവർ കഹാനികാർ ആനന്ദമൂർത്തി കഹത്തെ ദേക്കി ജബ് ഗാന്ധിജീനെ സമുദ്ര കിനാരെ ഹാത്തുമേ മുട്ടി ഭർ നമക്കുടായ, നമ്മളുടെ സുഹൃത്തും കഹാനികാർ കഥാകാരനുമായ അനന്തമൂർത്തി കഹത്തെ ദേക്കി, അനന്തമൂർത്തി പറഞ്ഞിരുന്നത് എന്തെന്നാൽ ജബ് ഗാന്ധിജീനെ സമുദ്ര കിനാരെ, ഗാന്ധിജി സമുദ്രത്തിൻ്റെ സമീപം, കിനാരെ സമീപം, ഹാത്തുമേ മുട്ടിപ്പർ നമക്കുടായ, എപ്പോഴാണോ ഗാന്ധിജി സമുദ്രത്തിൻ്റെ സമീപത്ത് നിന്നുകൊണ്ട് ഒരു കൈനിറയെ, മുട്ടി എന്ന് പറഞ്ഞാൽ കൈ നിറയെ നമക്കുടായ, നമുക്ക് ഉപ്പ് എടുത്തു കാണിച്ചത്, അപ്പോഴാണ് അദ്ദേഹം ദേശ് ആസാദ് ഹോനേക്ക രാസ്ത ഖോൽ ദിയ, ദേശത്തിൻ്റെ ആ സ്വാതന്ത്ര്യത്തിനുള്ള ആ വഴിയാണ് തുറന്നു തന്നത് എന്ന് പറഞ്ഞാൽ എന്താണ്? പരിശ്രമിച്ചാൽ എന്തും കിട്ടും എന്നുള്ള. അവരും ഗാന്ധിജിയും കുറച്ച് ആൾക്കാരും കൂടി പോയി ദണ്ഡി കടൽപ്പുറത്ത് പോയി വെള്ളത്തിൽ നിന്ന് ഉപ്പുണ്ടാക്കി, കടൽ വെള്ളത്തിൽ നിന്ന് ഉപ്പുണ്ടാക്കി ഒരു കൈ നിറയെ ഉപ്പ് വാരി ഇങ്ങനെ പൊക്കി പിടിച്ചപ്പോഴാണ് അതിൽ നിന്ന് നമുക്ക് എന്ത് ലഭിക്കുന്നു? ആ ഒരു പോരാടാനുള്ള ഒരു ശക്തി കിട്ടുകയാണ്. പരിശ്രമിച്ചാൽ എന്ത് നേടാം എന്നുള്ള ഒരു ശക്തി ഭാരതീയർക്ക് നൽകിയതാ ആരാണ്? ഗാന്ധിജി. 17 വർഷ ബാദ് ദേശ് സച്മുച്ച് ഉസ് രാസ്തേ പർ ചൽത്താ ഹുവാ ആസാദ് ഹോ ഗയാ, 17 വർഷത്തിന് ശേഷം ഉസ് രാസ്തേ പർ ചൽത്താ ഹുവാ ആസാദ് ഹോ ഗയാ, അന്ന് ഗാന്ധിജി കാണിച്ചു തന്ന ആ വഴികളിലൂടെ സഞ്ചരിച്ചത് കൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. അതായത് എന്തും നേടാൻ വേണ്ടി നമ്മളെല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ എന്തും നേടാം എന്നുള്ള ഒരു വഴിയാണ് ഗാന്ധിജി അന്ന് തുറന്നു കൊടുത്തത്. 1930 1930 ഈ ദണ്ഡി യാത്ര, ഉപ്പ് സത്യാഗ്രഹമൊക്കെ നടന്നത്. അതിനുശേഷം 17 വർഷം കഴിഞ്ഞിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. എന്നാണ് സ്വാതന്ത്ര്യം ലഭിച്ചത്? 1947 ഈ 17 വർഷക്കാലം ഭാരതീയരെ ഗാന്ധിജിയുടെ കൂടെ ഗാന്ധിജി തുറന്നു തന്ന ആ വഴിയിലൂടെ സഞ്ചരിച്ചത് കൊണ്ടാണ് 1947 1947 നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. ഇൻ കഹാനിമേ ഔർ ബി കൈ ഭീതരി ഗുമാവ് ഹേ, അതായത് ഈ കഥയിൽ ഈ പറഞ്ഞതൊന്നും അല്ലാതെ പിന്നെയും കുറേ വഴിത്തിരിവുകൾ ഉണ്ട്. ഗുമാവ്, അതായത് പിന്നെയും കുറേ കാര്യങ്ങളിലൂടെയാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. തും വഹ് സബ് ഖൂദ് ഖോജോ, നിങ്ങൾ അതെല്ലാം സ്വന്തമായി കണ്ടുപിടിക്കുക. ഖൂദ് വഹ് ഖോജോ കി ഹം കിൻ കിൻ രാസ്തോം സേ അംഗ്രേസോം കെ ചങ്കുൽ സേ ചൂടേ ഥേ, നിങ്ങളത്
കണ്ടുപിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത്, നമ്മൾ ഏതൊക്കെ വഴികളിലൂടെ ഹം കിൻ കിൻ രാസ്തോം സേ കിൻ കിൻ ഏതൊക്കെ വഴികളിലൂടെയാണ് അംഗ്രേസികളുടെ പിടുത്തത്തിൽ നിന്നും രക്ഷപ്പെട്ടത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ എവിടെ നിന്നാണ് നമ്മളത് മനസ്സിലാക്കുക? ആരിൽ നിന്ന് മനസ്സിലാക്കും? സ്വാതന്ത്ര്യ സമര സേനാനികളിൽ നിന്നും മഹത് വ്യക്തികളുടെ പുസ്തകങ്ങൾ വായിച്ചിട്ടും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രായമായവരോടൊക്കെ ചോദിക്കാം, സ്വാതന്ത്ര്യ സമര സമയത്തൊക്കെ ജീവിച്ചിരുന്നവരോടൊക്കെ ചോദിക്കാം എന്തൊക്കെയാണ് സംഭവിച്ചതെന്നൊക്കെ. അങ്ങനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? കിൻ കിൻ രാസ്തോം സേ അംഗ്രേസോം കെ ചങ്കുൽ സേ ചൂടേ ഥേ. അതായത് നമ്മൾ എങ്ങനെയാണ് അംഗ്രേസികളുടെ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും ആ പിടുത്തത്തിൽ നിന്നും എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ കഥ ഇത്തിരി വലുതാണ്, കുറേ പ്രാവശ്യം നിങ്ങൾ വായിച്ചു നോക്കുക. കഷ്ടമുള്ള വാക്കിൻ്റെ മേലെയൊക്കെ അർത്ഥം എഴുതിയിട്ടിട്ടുണ്ട്. അത് നോട്ട്ബുക്കിൽ എഴുതിയെടുത്തിട്ട് അതും കൂടെ വെച്ചിട്ട് കുറേ പ്രാവശ്യം വായിച്ചു നോക്കുക. നിങ്ങൾക്ക് ഞാൻ ഇന്നെടുത്ത ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും അറിയിക്കുക കമൻ്റായിട്ടും. അടുത്ത ക്ലാസ്സിൽ ഈ പാഠത്തിൻ്റെ ആക്ടിവിറ്റീസ് ചെയ്തുതരാം.